നമസ്കാരം. എന്താണ് മുപ്പ, പണിയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം മുറക്കി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, പണിയൊക്കെ പഠിച്ചാടോ? മുതലാളി വരുമ്പോഴാ എല്ലാവർക്കും ഒരു ഉഷാറ്. ആമാ മുതലാളി, ഇന്നാടോ മുപ്പ പതിവ് എല്ലാവർക്കും വിധിച്ചോ? എല്ലാരും പോയി പണി ചെയ്ത് തരാം. മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ തോട്ടം നല്ല നിലയിൽ നടക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ നടത്തിപ്പത്ര ശരിയല്ല. മുതലാളി ഒന്ന് അന്വേഷിച്ചു നോക്കണം. കൃഷി തേയില ഓറഞ്ച് മാത്രമല്ല. എന്താണോ ശിവ ഇത്, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല മുതലാളി, കയറിയട്ടെ. ഞാൻ ബംഗ്ലാവിലോട്ട് എത്തിക്കോളാം. കയറിയട്ടെ പ്ലീസ്. എന്താടോ ജയ തനിക്ക് വേണ്ടത്? കൂലിക്കാര്യമല്ലേ, അതിന് മുതലാളി വന്ന് കയറിയതല്ലേ ഉള്ളൂ. കാര്യം ഞാൻ മുതലാളിയോട് പറയാം. നാളെ രാവിലെ എനിക്കൊരു തീരുമാനം കിട്ടണം. അല്ലെങ്കിൽ മുതലാളിയോട് ഞാൻ എല്ലാം തുറന്നു പറയും. മുതലാളി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാം. പോരെ? ഹലോ, അവിടെ എപ്പോ എത്തി? ഉച്ചയ്ക്ക് എത്തി. നാളെ എത്താം മോളെ. അതേന്നെ, ഐ വിൽ ബി ദെയർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, പ്രോമിസ്. ഗുഡ് നൈറ്റ് സർ. എസ്റ്റേറ്റിൽ നടത്തിമൊന്നും അത്ര ശരിയില്ലെന്ന് അവൻ പറയാൻ കാരണം എന്താ തൊഴിലാളികളുടെ പ്രശ്നം? പ്രശ്നം തൊഴിലാളികൾക്കല്ല, അവനാണ്. ഇവിടെ യൂണിയൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അവൻ പണിയെടുക്കുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നാള് ഞാനൊന്ന് താക്കീത് ചെയ്തു, അതിന്റെ ചൊരുക്ക അവനെ. ശരി ശരി, അക്കൗണ്ട്സ് അവിടെ. തേയിലയും ഓറഞ്ചും ഇല്ലാതെ നമുക്കെന്താ വേറെ കൃഷി? അത് ആ കാട്ടിനടുത്ത് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഏലം ഇട്ടാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഏലത്തിന്റെ കുറവല്ലേ ഉള്ളൂ. അത് ഇവിടെ വരുമ്പോ ഞങ്ങൾ പറയണമെന്ന് കരുതിയതാ. ഏതായാലും തന്റെ ഇഷ്ടം പോലെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ മ്ലാവർച്ചി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇന്ന് നല്ല നിലാവുള്ള ദിവസാ. ശിവനൊന്ന് പോയി നോക്കിയാലോ? എന്നാ താനൊന്ന് പോയി നോക്ക്. കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടിൽ എന്തോ ഒരു മിസ്റ്റേക്ക്. ഇപ്പോഴാ ഒരു അക്കൗണ്ട്സ്. അല്ല, എവിടേക്ക് എത്ര ധൃതിയില്? ആഘോഷിക്കാൻ പോവായിരിക്കും അല്ലേ? ഈ തേയില ഓറഞ്ചും അല്ലാതെ ഇവിടെ മറ്റെന്താണ് കൃഷി? കഞ്ചാവ്. എവിടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ പഠിപ്പും ആരോഗ്യവും പിന്നെ നാക്കിന് കുറച്ച് നീളവും കൂടി ഉണ്ടായ എന്തും എവിടെ വെച്ചും പറയാവുന്നതാണോ? സത്യമല്ലേ പറഞ്ഞത്? അതിലിപ്പോ എത്ര തെറ്റെന്താ? തെറ്റും ശരിയൊക്കെ ഇവ മനസ്സിലാക്കി തരും. പിന്നെ
Bastard. I killed that bastard. ആരോടായി ദേഷ്യം? പോയവൻ നിന്റെ മുതലാളി ഒരിക്കൽ പലിശ അടക്കം ഞാൻ അവന് തിരിച്ചു കൊടുക്കും. നീ നോക്കിയോ? ശിവൻ എന്ത് ചെയ്യാൻ പറ്റും? ശിവനെ ഈ പൊസിഷനിൽ എത്തിച്ചതേ സ്റ്റീഫനാ. വന്ന വഴി മറക്കണ്ട. ഐ നോ. നീയും എന്നെ ചീറ്റ് ചെയ്യ. അങ്ങനൊരു ധാരണ ശിവനുണ്ടെങ്കിൽ എനിക്കിനി ഇവിടെ നിൽക്കണമെന്നില്ല. ഞാൻ പോയേക്കാം. ഹലോ ഉണ്ണികൃഷ്ണൻ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ചെന്നായ പിടിച്ചു തന്നെയാ. വേണ്ട എല്ലാം എഴുതിയിട്ട് ബോഡി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിക്കോ. ഞാൻ അവിടെ എത്തിക്കോളാം. ശിവൻ കുറച്ച് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. Of course, why not? See you then. Bye. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ബോഡി പെട്ടെന്ന് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. പിന്നെ എല്ലാരും സൂക്ഷിച്ചോ. രാത്രി അധികം ഇറങ്ങി നടക്കണ്ട. ചെന്നായ്ക്കള് പിന്നെ ഇറങ്ങി. ചെന്നായ അവൻ തന്നെ ചെന്നായ. ഈ ശിവ താൻ ഈ ചാരായം അടിച്ചോണ്ട് ചപ്പളാച്ച് പറയല്ലേ? അയാളുടെ കാതിലെങ്ങനെ വെച്ചാലേ തന്റെ കട്ടപ്പൊക്കെ ഞങ്ങള് കാണേണ്ടി വരും. അവൻ ആരാ? അവന്റെ വിചാരം നമ്മളെല്ലാവരും മണ്ടന്മാരാന്നാ. ആ ദ്രോഹി തന്നെ ജയനെ കൊന്നത്. അവൻ അന്നേ പറഞ്ഞിരുന്നു അവന്റെ കൂടെ നമ്മൾ ആരും കാണുകയില്ലെന്ന്. ഉണ്ടായില്ലല്ലോ. അപ്പടിന്നത് കൊലയാ? ആമാ, വാഴക്കൊല. എടാ മുത്തു, ഓ, എനിക്കാരെയും പേടിയില്ല. ഈ ശിവൻ എനിക്ക് പുല്ലാണ്. താനെന്നെ കോൺക്രീറ്റ് കാണിക്കണ്ട. ഒരു ദിവസം 1.5 കുപ്പി അടിച്ചിട്ട് നേരെ ബംഗ്ലാവിലോട്ട് ചെല്ലും. സർവ കഥകളും വിളിച്ചു പറഞ്ഞ് അവന്റെ തൊലി ഉരിച്ച് ഞാൻ ഇവിടെ തൂക്കും. വാഴക്കൊല ഇവിടെ തൂക്കും. പോരെ? മതി. അത് ചെന്നായി കടിച്ചൊന്നുമല്ല, അയാളുടെ പട്ടിയില്ലേ അതിനെ കൊണ്ട് കൊല്ലിച്ചതാ. പട്ടി ആളെ കൊല്ലുവോ? ആ പട്ടി അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത് നമ്മളെയും കൊല്ലുവോ? ചെലപ്പോ. നിന്നെ നിന്നെ കൊല്ലാൻ വന്നാ ഞാനത് തല്ലിക്കൊല്ലും. ഒന്നെങ്കി വന്നേ. ഞാൻ വരുന്നില്ല, പുട്ടിനെയാ വിളിച്ചേ. എന്തിനാ ആ പെണ്ണിന്റെ കൂടെ ചുറ്റി നടക്കുന്നേ? മുയലിനെ വേണോ? ഇതിനോട് ഇത്ര ഇഷ്ടം എന്താ? മടി വെച്ച് തടവാൻ. ആ
പെണ്ണിനെ ഒന്നെടുത്ത് പൊക്കിയതുപോലെ എന്നെ പൊക്കാവോ? അയ്യോ ഇപ്പൊ വേണ്ട, പിന്നെ. പക്ഷേ എന്നെ എടുത്ത് പൊക്കിയ അതാരോടും പറയരുത്. പറയോ? ഇതാ മുയല്, ഇതാണ്, ഇത് പെണ്ണ്. അമ്മേ, അമ്മ ഉറങ്ങിയോ? നമ്മളന്ന് കണ്ട ആ സ്ഥലമില്ലേ, നമ്മള് വാങ്ങാൻ പോണ സ്ഥലം, അതിനെന്ത് വിലയാവും? അതിനെന്ത് വിലയാവും അമ്മേ? ഒരു 10,000-10,000 വരും. അതെത്രയാ? അതത്രേ, അത് തന്നെ. അത്രയും രൂപ അമ്മ എങ്ങനെ ഉണ്ടാക്കും? അതൊക്കെ ഉണ്ടാവും, നീ കിടന്നുറങ്ങ. ഈ മുയലിന് നാളെ ഒരു കൂടുണ്ടാക്കണം അല്ലേ?